എല്ലാവർക്കും നമസ്കാരം. ടീച്ചേഴ്സ് മെന്റേഴ്സ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് 8ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രം 8ാമത്തെ യൂണിറ്റ് അളവുകളും യൂണിറ്റുകളും ഇതിലെ കേരള PSC ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായിട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ ആണ്. നീളത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് മീറ്റർ. മീറ്ററിന്റെ പ്രതീകം എം. മീറ്ററിന്റെ പ്രതീകം എം ആണ്. നമ്മൾ എം എന്ന സംഖ്യ വെച്ചിട്ടാണ്, എം എന്ന അക്ഷരം വെച്ചിട്ടാണ് മീറ്ററിനെ സൂചിപ്പിക്കാറുള്ളത്. ഒരു മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ് എന്ന് ചോദിച്ചാൽ 100 സെന്റിമീറ്റർ ആണ്. ഒരു മീറ്റർ എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ എന്ത് വിളിക്കുന്നു? ലീസ്റ്റ് കൗണ്ട് എന്ന് വിളിക്കുന്നു. ഒരു മീറ്റർ സ്കെയിൽ ഉപയോഗിച്ച് കൃത്യമായി അളക്കാവുന്ന ഏറ്റവും കുറഞ്ഞ നീളത്തെ എന്ത് വിളിക്കുന്നു എന്ന് ചോദിച്ചാൽ ലീസ്റ്റ് കൗണ്ട് എന്നാണ് നമ്മൾ പറയാം. രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന നീളത്തിന്റെ യൂണിറ്റ് കിലോമീറ്റർ ആണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളോട് എത്ര ദൂരമുണ്ട് ഇപ്പോൾ ഒരു സ്ഥലത്തേക്ക് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ അങ്ങനെയാണ് പറയാറുള്ളത്. അപ്പൊ രണ്ട് പ്രദേശങ്ങൾക്കിടയിലെ ദൂരം അളക്കാൻ ഉപയോഗിക്കുന്ന നീളത്തിന്റെ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ശരാശരി ദൂരം ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് എന്താണ്? പ്രകാശവർഷം എന്നാണ്. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് ഒരു പ്രകാശവർഷം. ഒരു വർഷം കൊണ്ട് പ്രകാശം സഞ്ചരിക്കുന്ന ദൂരം അറിയപ്പെടുന്നത് പ്രകാശവർഷം. ഇനി ഒരു പട്ടികയാണ്. ഒരു കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. 10⁻³ മീറ്റർ എന്ന് നമ്മൾ പറയും. ഒരു സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 1/100 മീറ്റർ ആണ്. 1/100 സ്ക്വയർ മീറ്റർ എന്നാണ് നമ്മൾ പറയുക, അല്ലെ 10⁻² മീറ്റർ എന്ന് പറയും. ഒരു mm എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മില്ലിമീറ്റർ ഇസ് ഈക്വൽ ടു 1/1000 മീറ്റർ. അത് 1/10⁻³ മീറ്റർ ആണ് വരിക. അത് 10⁻³ മീറ്റർ വരും. അടുത്തത് 1 മൈക്രോമീറ്റർ ആണ്. അത് 1/100000000 മീറ്റർ ആണ് വരിക. അത് 1/10⁻6 വരും. അത് നമ്മൾ നേരെ പറയുകയാണെങ്കിൽ 10⁻6 ആണ് വരിക. ഇനി 1 നാനോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് 1 കഴിഞ്ഞിട്ട് 8 സീറോസ് ഉണ്ടാവും. 1/1 പിന്നെ ഒരുപാട് സീറോ, അത് അത്രയും മീറ്റർ. അത് നമ്മൾ ഭിന്നസംഖ്യാ രൂപത്തിൽ പറയുകയാണെങ്കിൽ 1/10⁻9 മീറ്റർ ആണ് വരിക. അത് 10⁻9 മീറ്റർ ആണ് പറയുക. ആ പട്ടിക ഒന്ന് നന്നായിട്ട് പഠിച്ചു വെക്കാൻ ശ്രമിക്കുക. ഒരു സെക്കൻഡിൽ പ്രകാശം എത്ര കിലോമീറ്റർ ശൂന്യതയിലൂടെ സഞ്ചരിക്കും എന്ന് വെച്ചാൽ 3 ലക്ഷം കിലോമീറ്റർ ശൂന്യതയിലൂടെ സഞ്ചരിക്കും. ഒരു സെക്കൻഡിൽ പ്രകാശം എത്ര കിലോമീറ്റർ ശൂന്യതയിലൂടെ സഞ്ചരിക്കും? 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കും. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് നമ്മൾ മാസ് എന്നാണ് പറയുക. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെ നമ്മൾ മാസ് എന്നാണ് പറയുക. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം ആണ്. മാസിന്റെ അടിസ്ഥാന യൂണിറ്റ് കിലോഗ്രാം. കിലോഗ്രാമിന്റെ പ്രതീകം എന്താണെന്ന് ചോദിച്ചാൽ kg ആണ്. കിലോഗ്രാമിന്റെ പ്രതീകം kg. ഇവിടെ ഈ അളവുകളും അതിന്റെ മൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഒരു 1 mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/10000000 kg ആണ്. അല്ലെങ്കിൽ നമുക്ക് 10⁻⁻6 kg എന്ന് പറയാം. ഒരു ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻³ kg ആണ്. ഒരു കിൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10⁻² kg ആണ്. ഒരു ടൺ എന്ന് പറഞ്ഞാൽ 10⁻³ kg ആണ് എന്നുള്ളതും ഓർത്തിരിക്കുക. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏതു പേരിൽ അറിയപ്പെടുന്നു? സോളാർ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നട്ടുച്ച മുതൽ അടുത്ത നട്ടുച്ച വരെയുള്ള സമയം ഏതു പേരിൽ അറിയപ്പെടുന്നു? സോളാർ ദിനം. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ സെക്കൻഡ് ആണ്. സമയത്തിന്റെ അടിസ്ഥാന യൂണിറ്റ് സെക്കൻഡ്. ഇനി ഓരോരോ അടിസ്ഥാന അളവുകൾ, 7 അടിസ്ഥാന അളവുകളാണുള്ളത്. അതിന്റെ
SI അടിസ്ഥാന യൂണിറ്റുകൾ ഏതാന്നും അതിന്റെ പ്രതീകം ഏതാന്നും പറയാം. നീളം മീറ്റർ, മീറ്ററിന്റെ പ്രതീകം M ആണ്. മാസിന്റെ കിലോഗ്രാം ആണ് അടിസ്ഥാന യൂണിറ്റ് വരിക, kg ആണ് പ്രതീകം. സമയം സെക്കൻഡ്, S ആണ് പ്രതീകം. വൈദ്യുത പ്രവാഹ തീവ്രത ആംബിയർ, A ആണ് പ്രതീകം. താപനില കെൽവിൻ, K ആണ് പ്രതീകം. പദാർത്ഥത്തിന്റെ അളവ് മോൾ, MOL ആണ് പ്രതീകം. പ്രകാശ തീവ്രത കാൻഡല, CD ആണ് പ്രതീകം വരിക. അത് പരീക്ഷയ്ക്ക് നിരന്തരം ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റ് അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായ കേവല അളവുകൾ അറിയപ്പെടുന്നത് അടിസ്ഥാന യൂണിറ്റുകൾ എന്നാണ്. പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ പറ്റാത്തതുമായിട്ടുള്ള കേവല അളവുകളെ അറിയപ്പെടുന്നത് അടിസ്ഥാന യൂണിറ്റ് എന്നാണ്. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി അഥവാ SI അല്ലെങ്കിൽ സിസ്റ്റം ഇന്റർനാഷണൽ. അടിസ്ഥാന യൂണിറ്റുകളെ ആസ്പദമാക്കിയിട്ടുള്ള പദ്ധതിയാണ് യൂണിറ്റുകളുടെ അന്താരാഷ്ട്ര പദ്ധതി, SI എന്ന് നമ്മൾ പറയും. അല്ലെങ്കിൽ SIന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് സിസ്റ്റം ഇന്റർനാഷണൽ എന്നുള്ളതാണ്. അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകൾ അറിയപ്പെടുന്നത് വിൽപ്പന യൂണിറ്റ് എന്നാണ്. എന്താണ്? അടിസ്ഥാന യൂണിറ്റുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കുന്നതോ അടിസ്ഥാന യൂണിറ്റുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്നതോ ആയ യൂണിറ്റുകൾ അറിയപ്പെടുന്നത് വിൽപ്പന യൂണിറ്റ് എന്നാണ്. SI യൂണിറ്റുകളുടെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഏകീകൃത യൂണിറ്റുകളാണ്, അന്താരാഷ്ട്ര അംഗീകാരമുള്ളവയാണ്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ ഇത് പര്യാപ്തമാണ്. SI യൂണിറ്റുകളുടെ സവിശേഷതകൾ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഏകീകൃത യൂണിറ്റ് ആണ്, അന്താരാഷ്ട്ര അംഗീകാരം ഈ SI യൂണിറ്റുകൾക്കുണ്ട്, എല്ലാ ഭൗതിക അളവുകളും പ്രസ്താവിക്കാൻ ഈ ഒരു SI യൂണിറ്റ് പര്യാപ്തമാണ് എന്നുള്ളതും തിരിച്ചറിയാം. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെ എന്തു പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വ്യാപ്തം എന്നാണ് പറയുക. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിന്റെ അളവിനെ എന്തു പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപ്തം എന്നാണ് പറയുക. യൂണിറ്റ് വ്യാപ്തം പദാർത്ഥത്തിന്റെ മാസിനെ എന്തു പറയുന്നു എന്ന് ചോദിച്ചാൽ സാന്ദ്രത എന്നാണ് പറയുക. യൂണിറ്റ് വ്യാപ്തത്തിലുള്ള പദാർത്ഥത്തിന്റെ മാസിനെ നമ്മൾ എന്തു പറയുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സാന്ദ്രത എന്നാണ് പറയുക. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ്. സാന്ദ്രതയുടെ യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. പാലസ്തീനിനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടലാണ് ചാവുകടൽ. പാലസ്തീനിനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടലാണ് ഇത് നമ്മുടെ ചാവുകടൽ എന്ന് പറയുന്നത്. വ്യക്തിയുടെ പേരിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അലക്സാൻഡ്രോ വോൾട്ടോ എന്ന ശാസ്ത്രജ്ഞന്റെ പേരിൽ നിന്ന് ഉടലെടുത്ത അളവാണ് പൊട്ടൻഷ്യൽ വ്യത്യാസം. ഇതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്, പ്രതീകം V ആണ്. ബ്ലെയ്സ് പാസ്കൽ എന്ന പേരിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള അളവാണ് മർദ്ദം എന്ന് പറയുന്നത്. പാസ്കൽ എന്നാണ് ഇതിന്റെ യൂണിറ്റ്, PA എന്നാണ് ഇതിന്റെ പ്രതീകം. സർ ഐസക് ന്യൂട്ടന്റെ പേരിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരളവാണ് ബലം എന്ന് പറയുന്നത്, ആ ബലത്തിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ യൂണിറ്റ് നമ്മൾ ന്യൂട്ടൺ എന്നാണ് പറയുക. അതിന്റെ പ്രതീകം എന്ന് പറയുന്നത് N ആണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പറയുന്നത്. 22 ചോദ്യങ്ങളാണുള്ളത്. ഇതിലത്തെ പട്ടികകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പട്ടികയിൽ നിന്ന് ചിലപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അടുത്ത ഒരു വീഡിയോവുമായിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.